ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പടർത്തിയ കടുവയെ പിടികൂടി. 3 മയക്കുവെടി വെച്ചാണ് കടുവയെ പിടികൂടിയത്. തേക്കടിയിലെ വനം വകുപ്പ് വെറ്ററിനറി ആശുപത്രിയിലേക്ക് മാറ്റി. കടുവ ഭീതിയൊഴിഞ്ഞ സന്തോഷത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമ്പി അർണക്കൽ നിവാസികൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ജനവാസ മേഖലയായ വണ്ടിപ്പെരിയാർ ഗ്രാമ്പി അർണക്കൽ മേഖലയിൽ ഭീതി പടർത്തിയ കടുവയെ വനം വകുപ്പ് മയക്കുവെടി വെച്ചാണ് പിടികൂടിയത്. ഫോറസ്റ്റ് വെറ്ററിനറി ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടുവയെ മയക്കുവെടി വെച്ചത്. 3 വെടിവെച്ചതിന് ശേഷമാണ് കടുവ മയങ്ങിയതും. ഇത് വീണ്ടും ഒരു പിടികൂടി വെച്ചിട്ട് വീണ്ടും രണ്ട് വെടി. ഉടൻ തന്നെ കടുവയെ വനം വകുപ്പ് വാഹനത്തിൽ തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ചികിത്സ നൽകാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കാലിനേറ്റ മുറിവ് കാരണം കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയാതെയും മറ്റ് വന്യമൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കാൻ കഴിയാതെയുമാണ് കടുവ ജനവാസ മേഖലയിൽ തന്നെ കറങ്ങിയിരുന്നത്. ഇന്ന് രാവിലെ വണ്ടിപ്പെരിയാർ അർണക്കൽ എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന നാരായണൻ എന്നയാളുടെ പശുവിനെയും വളർത്തുനായെയും കടുവ പിടികൂടി കൊന്നിരുന്നു. തുടർന്നാണ് വനം വകുപ്പ് ഏർപ്പെടുത്തിയ ദൗത്യ സംഘം അർണക്കല്ലിലേക്ക് എത്തിയത്. നടക്കാൻ കഴിയാത്തതിനാൽ കടുവ ലയത്തിനോട് ചേർന്നുള്ള തേലക്കാട്ടിൽ തന്നെയാണ് കിടന്നത്. കടുവ എഴുന്നേറ്റതിനു ശേഷം മാത്രമേ വെടിവെക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ആദ്യം വനം വകുപ്പ് അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കടുവയുടെ അടുത്തെത്തി ആദ്യ മയക്കുവെടി വെക്കുകയായിരുന്നു. ഇതിനുശേഷം കടുവയുടെ അടുത്തേക്ക് നീങ്ങിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ കടുവ വരികയും വീണ്ടും 2 വെടി കൂടി വെക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് കടുവ മയങ്ങിയത്. ഉടൻ തന്നെ പടുതായിൽ കടുവയെ പൊതിഞ്ഞ് വനംവകുപ്പിന്റെ വാഹനത്തിൽ കയറ്റി തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തേക്കടിയിൽ എത്തിച്ച ശേഷം കാലിനേറ്റ മുറിവും മറ്റ് രോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ചികിത്സ നൽകുകയും ചെയ്യും. ഭീതി പടർത്തിയ കടുവയെ വനം വകുപ്പ് പിടികൂടിയതോടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്വാസമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.